യേശുനാഥാ വാവാ സ്നേഹനാഥാ വാവാ യേശുനാഥാ വാവാ സ്നേഹനാഥാ എൻ ഹൃദയം തേടിയിടുന്ന സ്നേഹമേ നീ വാവാ ഓ വാവാ വാവാ ഓ വാവാ വാവാ യേശുനാഥാ വാവാ സ്നേഹ രാജാ എൻ ഹൃദയം തേടിയിടുന്ന സ്നേഹമേ നീ വാവാ ഓ വാവാ വാവാ ഓ വാവാ നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ ഓ വാവാ വാവാ യേശു വചനമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. വചനമായി നമ്മുടെ ഇടയിൽ വസിച്ച ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു മനുഷ്യന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വചനം മാംസം ധരിച്ച് എന്റെ ഇടയിൽ യേശുവായി ജീവിച്ച നല്ല തമ്പുരാനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഇടയിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന നല്ല തമ്പുരാനെ, ഇറങ്ങി വരുന്ന നല്ല ദൈവമേ, ഇറങ്ങി വരുന്ന വചനമാകുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, തളർവാദ്യ രോഗിയെ സുഖപ്പെടുത്തിയ ദൈവമേ, അന്ധനെ സുഖപ്പെടുത്തിയ ദൈവമേ, കുഷ്ഠരോഗത്തിലെ സുഖപ്പെടുത്തിയ നല്ല ദൈവമേ, അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ വഴി ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്ന ദൈവമേ, അത്ഭുതവും അടയാളങ്ങളും വഴി വിശ്വാസ ജീവിതത്തെ പൗത്രീകരിക്കുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്നും ജീവിതങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും ദൈവത്തിന്റെ തിരുവെഴുത്ത് പൂർത്തീകരിക്കപ്പെടുന്ന ഈ ലോകത്തിൽ ദൈവമേ, അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഏറ്റവും വലിയ അനുഭവം, നിന്റെ ഏറ്റവും വലിയ സമ്മാനം, നിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഈ ഞാൻ തന്നെയാണ്, ഈ മനുഷ്യൻ തന്നെയാണ്, ഈ കുടുംബ ജീവിതമാണ്, കുടുംബ ബന്ധങ്ങളാണ്, മക്കളും മാതാപിതാക്കളും നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതത്തിൽ നിന്നുകൊണ്ട് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു.
വചനത്തിന് അധരങ്ങളിലൂടെ വരുന്ന വചനം പ്രവൃത്തിപഥത്തിലെത്തി അത് ഒബ്ജക്റ്റീവിൽ, അത് ആരിലേക്ക് ആ പദം എത്തിച്ചേരുന്നുവോ അയാളിൽ നിന്ന് അഥവാ ഒബ്ജക്റ്റിൽ നിന്ന് പരിണിത ഫലം ഉണ്ടാകുന്നുവെങ്കിൽ ആ വചനം ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്നേഹത്തിൻ്റെ ഒരു പ്രവർത്തനം നടക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ വചനം ജീവിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആ വചനം കാർബണായിട്ട് ഈ പുസ്തകത്തിൽ തന്നെ നിലനിൽക്കുന്നു. വചനം ജീവിക്കണമെങ്കിൽ അത് പ്രവൃത്തിപഥത്തിലെത്തണം. പിതാവായ ദൈവമേ, മക്കളെ സ്നേഹിക്കുന്നു. നിന്റെ വചനം മറിയത്തിലൂടെ മാംസം ധരിച്ച് ഇന്നിൻ്റെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൺമുൻപിൽ സ്നേഹഭാജനമായി ഇറങ്ങി വന്ന നല്ല തമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. വചനം മാംസമായ ദൈവമേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വചനമായി മാംസമായി എൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ, ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപെടലുകളിലും അങ്ങ് ആയിരിക്കുമ്പോൾ ആ വചനത്തെ ഞാൻ അനുഭവിക്കുന്നു. യേശുവേ, അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വചനം കുഷ്ഠരോഗികളുടെ മുൻപിൽ ആരോഗ്യമായിട്ട്, വിശക്കുന്നവൻ്റെ മുൻപിൽ അപ്പമായിട്ട്, കാഴ്ചയില്ലാത്തവൻ്റെ മുൻപിൽ കാഴ്ചയായിട്ട്, മരിച്ചവൻ്റെ മുൻപിൽ ജീവനായിട്ട് അനുഭവവേദ്യമായി വചനം വന്നു. വചനം വന്നു, വചനം മാംസം ധരിച്ചു. ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന് പരിണിത ഫലമുണ്ടായി, ജീവനുണ്ടായി. വെറുതെ ഇരിക്കുകയല്ല വചനം. ആ വചനത്തിന് മുൻപിലാണ്, ആ ദൈവത്തിന് മുൻപിലാണ് നമ്മൾ ഇന്ന് ആരാധിക്കുക. ആ വചനത്തിൻ്റെ അനുഭവമാണ് നമ്മൾ ഉണ്ടാവുക. ഉത്ഥാനാനന്തരം 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് കടന്നു പോകുമ്പോൾ അവർ തമ്മിൽ പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരുവൻ കൂടി, ഒരു കൂട്ടുകാരൻ കൂടി ഒരു കൂട്ടുകാരനായിട്ട്, ഒരു സുഹൃത്തായിട്ട് ദൈവമേ നീ അവരുടെ കൂടെ കൂടി. വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. വീട്ടിൽ ചെന്നു അപ്പം മുറിച്ചു. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, കൂടെ വന്നപ്പോ വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു. കണ്ണു തുറന്നപ്പോഴാ മനസ്സിലായത്. അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് നൽകിയപ്പോൾ കണ്ണു തുറന്നപ്പോൾ പഴയ കാര്യം ഓർത്തു. എൻ്റെ കൂടെ വന്ന സുഹൃത്തെ, വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ ഹൃദയം ജ്വലിച്ചില്ലേ? ദൈവമേ, നിന്റെ വചനം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, നിന്റെ വചനം ഭക്ഷിക്കുമ്പോൾ, നിന്റെ വചനം ജീവിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുകയാണ്. ആ ഹൃദയത്തിന്റെ ഭാഗത്തേക്കാണ് കുന്തം കൊണ്ട് കുത്തപ്പെടുന്നത്. ദൈവമേ, ഹൃദയം ജ്വലിക്കുന്ന നിന്റെ വചനം, ബുദ്ധിക്ക് ഭക്ഷണമാകുന്ന നിന്റെ വചനം എന്നും എല്ലാ നേരവും എന്നിലേക്ക് വർഷിക്കണമേ, ഓർമ്മപ്പെടുത്തണമേ. ദൈവമേ, നിന്റെ വചനം എൻ്റെ കയ്യിലെ ആയുധമാണ്. എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളിൽ, വേദനകളിൽ, ദുഃഖങ്ങളിൽ നിന്റെ വചനമാകുന്ന ആയുധം എൻ്റെ ബോധ്യത്തിലും എൻ്റെ ഹൃദയത്തിലും അനുരണനം ചെയ്യപ്പെടുമ്പോൾ ആ ആയുധം ഉപയോഗിച്ച് എൻ്റെ ജീവിത പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യും. മോശയുടെ ഒരു വടി ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി നിലത്തിട്ടപ്പോൾ പാമ്പായി, പാറയിലടിച്ചപ്പോൾ വെള്ളമായി. അതാ ഉണക്കവടിയല്ല, ദൈവമേ നിന്റെ തിരുവചനമാണെന്ന് ഞാൻ അറിയുന്നു. അത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അഴലുമ്പോൾ, ഉഴറുമ്പോൾ, മനക്ലേശത്താൽ ജീവിക്കുമ്പോൾ, ദുഃഖിതനായിരിക്കുമ്പോൾ എൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബോധ്യങ്ങളിൽ
ഉറയ്ക്കുവാൻ, ചിന്തിക്കുവാൻ, തികട്ടി വരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ നല്ല ദൈവമേ, വചനമാകുന്ന ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നു. വചനമായി, ജീവനായി, അപ്പമായി, ആരോഗ്യമായി, കാഴ്ചയായി എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരികയാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ യൗസേപ്പ് സ്വപ്നം കാണുന്നുണ്ട്. ദൈവദൂതന്റെ അരുളപ്പാട് കേൾക്കുന്നുണ്ട്. അച്ചട്ടായിട്ട് അക്ഷരം പ്രതി അത് അനുസരിക്കുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ ജോസഫിനെ എൻ്റെ പിതാവെ ഞങ്ങൾ വായിച്ചെടുക്കുന്നുണ്ട്. ജോസഫ് ഫറവോയുടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഫറവോയുടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത് തന്നെ സേനാനായകന്റെ ഭാര്യയുമായി തെറ്റു ചെയ്യാൻ അവൾ ക്ഷണിച്ചപ്പോൾ ആ തെറ്റിൽ നിന്ന് മാറിപ്പോകുവാൻ ജോസഫ് ആഗ്രഹിച്ചു. അതിൻ്റെ വാശിയുടെ പുറത്ത് ഫറവോ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ മറ്റു രണ്ടുപേര് കൂടിയുണ്ട്. ഫറവോന്റെ പാനപാത്ര വാഹകനും പാചകക്കാരനും. രണ്ടുപേരും ദൈവം ഇടപെടുന്നു. രണ്ടുപേരും സ്വപ്നം കാണുന്നു. രണ്ടുപേരുടെ സ്വപ്നത്തെ ജോസഫ് വ്യാഖ്യാനിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം പാചകക്കാരനെ കൊല്ലുമെന്നും പാനപാത്ര വാഹകനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും. അങ്ങനെ പാനപാത്രവാഹകനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, നിന്റെ നല്ല കാലത്ത് എന്നെ കൂടി ഓർക്കണം, നിന്റെ നല്ല കാലത്ത് എന്നെ കൂടി ഓർമ്മിക്കണം. പക്ഷേ മനുഷ്യനല്ലേ, മാനുഷികത കൊണ്ട് തന്നെ അത് മറന്നുപോയി. 1 അല്ല 2 അല്ല 3 വർഷക്കാലത്തേക്ക് പിന്നെ ഓർമ്മിച്ചതേ ഇല്ല ജോസഫിനെ കുറിച്ച്. പിന്നെ ജോസഫ് വീണ്ടും ഫറവോ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം വ്യാഖ്യാനിക്കാൻ രാജ്യത്തുള്ള എല്ലാ പണ്ഡിതരെയും വിളിച്ചു വരുത്തുന്നു. ആർക്കും കഴിയുന്നില്ല. ദൈവമേ, നിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടാൻ, നിന്റെ വചനം വ്യാഖ്യാനിക്കുവാൻ രാജ്യത്ത് ഒരു പണ്ഡിതർക്കും ഒരു ബുദ്ധിമാന്മാർക്കും കഴിയില്ല. അത് ശിശുക്കൾക്ക്, നിഷ്കളങ്കർക്ക്, ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ജോസഫ് ഫറവോയുടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോഴാണ് പാനപാത്രവാഹകൻ ഓർമ്മിക്കുന്നത്, ദേ ജോസഫ് എന്നൊരു മനുഷ്യൻ എൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്നു, അയാളെ വിളിക്കുക. ഫറവോയുടെ അടുത്ത് ഓർമ്മിച്ചു. ഫറവോ അയാളെ മോചിപ്പിച്ചു, ജോസഫിനെ മോചിപ്പിച്ചു. ജോസഫ് ഫറവോയുടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. 7 വർഷങ്ങൾ സമ്പൽ സമൃദ്ധിയാകും, 7 വർഷം ദാരിദ്ര്യത്തിലായിരിക്കും. ഈ വ്യാഖ്യാനങ്ങളാണ്. ദൈവവചനത്തിന്റെ വ്യാഖ്യാനം നൽകപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവനെ കഴിയൂ. ദൈവം അങ്ങേ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം നൽകിയ അധികാരമാണ് ദൈവവചന വ്യാഖ്യാനം. ദൈവവചനം അവന്റെ കയ്യിലെ ആയുധമാണ്. ആയുധമെടുത്ത് പ്രയോഗിക്കുക. ഈശോയെ, വചനമാകുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് തന്നെ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം, മരുന്നോ ലേപനമോ അല്ല എന്നെ സുഖപ്പെടുത്തിയത്, സുഖപ്പെടുത്തുന്നവന്റെ വചനമാണ്. സുഖപ്പെടുത്തുന്നവന്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ അങ്ങയുടെ വചനങ്ങളാൽ സുഖപ്പെടുവാനും അങ്ങയുടെ വചനം ജീവിക്കുവാനും എനിക്ക് ഇടവരുത്തണമേ. സ്വർഗീയ ജീവിതത്തിലേക്ക് എൻ്റെ പാതകൾ നീണ്ടുപോകുമ്പോൾ, എൻ്റെ ജീവിത പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക ക്ലേശമുണ്ടാകുമ്പോൾ, മക്കളും മാതാപിതാക്കളും തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ, ഭാര്യ ഭർത്ത ജീവിതത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ, അയൽക്കാരും ഞാനും തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ, നിന്റെ വചനം നിന്റെ വചനം എനിക്ക് ആയുധമാണ്. നിന്റെ വചനം എനിക്ക് ഭക്ഷണമാണ്.
നിന്റെ വചനത്താൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ചാവറയച്ചൻ ദൈവവചനബദ്ധമായി ദൈവവചനത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ ഈ ലോകം തന്നെ കീഴടക്കാൻ, എന്തോരം ജോലികൾ ചെയ്തു തീർക്കുവാൻ, ഒരു സാമൂഹിക വിപ്ലവം തന്നെ ചെയ്തു തീർക്കുവാൻ, ഒരു നവോത്ഥാനത്തിന്റെ പടിക്കൽ നിൽക്കുവാൻ വിശുദ്ധനെ അലങ്കരിച്ചു. വിശുദ്ധൻ കഴിവുള്ളവനായി. അമ്മേ മാതാവേ, വചനത്തെ മാംസം ധരിച്ച മറിയമേ, വചനത്തെ മാംസം ധരിക്കുവാൻ പ്രവൃത്തിപഥത്തിലൂടെ എന്നെ കേൾക്കുന്ന, എന്നെ അനുഭവിക്കുന്ന, വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും ആരുമായിട്ടൊക്കെ ഇടപെടുന്നു അവരിലൊക്കെ നിന്റെ വചനം മാംസം ധരിച്ച് അവരിൽ എത്തുവാൻ എൻ്റെ മേൽ കൃപ ചൊരിയണമേ, എൻ്റെ മേൽ കൃപ ചൊരിയണമേ. സകലത്തിൻ്റെയും നാഥ, ജീവനും ജീവിതവും അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ സാഷ്ടാംഗം വയ്ക്കുന്നു. അന്ത്യത്താഴവേളയിൽ ഗോതമ്പപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ എൻ്റെ എളിയ ജീവിതത്തെ എടുത്തു വാഴ്ത്തി വിഭജിച്ച് വചനമായി, വാക്കായി, മനോഭാവമായി, ജീവിതമായി പങ്കുവയ്ക്കുവാൻ, എൻ്റെ കുടുംബത്തിൽ പങ്കുവയ്ക്കുവാൻ, എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ, വേദനിക്കുന്നവരുടെ ഇടയിൽ, എൻ്റെ ഭാര്യയ്ക്ക് മുൻപിൽ, എൻ്റെ ഭർത്താവിന് മുമ്പിൽ, എൻ്റെ മക്കൾക്ക് മുൻപിൽ, ദൈവമേ, നിന്നെ അറിയാത്ത, സ്നേഹം നുകരാത്ത, അനുഭവിക്കാത്ത ഒരു സമൂഹത്തിന്റെ മുൻപിൽ വിഭജിച്ചു നൽകുവാൻ എന്നെ തന്നെ ഒരുക്കണമേ. അങ്ങേ വചനത്തിലണഞ്ഞിടുവാൻ, അങ്ങേ വചനത്തിൽ നിന്നും നുകരാൻ, അങ്ങേ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്വർഗത്തിൽ നിന്നും നീ ഇറങ്ങി വന്ന് മനുഷ്യരൂപമായി മനുഷ്യന്റെ ഇടയിൽ മനുഷ്യരൂപം ധരിച്ച് ആയിരിക്കുന്നത്. മനുഷ്യ മക്കളോടുള്ള സ്നേഹം അതിരറ്റമാണ്. യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. വചനമായി എൻ്റെ അധരങ്ങളിൽ, പ്രവൃത്തിയായി എൻ്റെ കരങ്ങളിൽ, വചനമായി വിളക്കായി എൻ്റെ പാദങ്ങൾക്ക് അങ്ങ് കടന്നു വരയണമേ. ജീവിത പ്രതിസന്ധികളെ നേരിടാൻ വചനമായി എൻ്റെ അധരങ്ങളിൽ, എൻ്റെ ബോധ്യങ്ങളിൽ വന്നു നിറയണമേ. വചനം ജീവിക്കുന്നവനായി തീരുവാൻ, വചനം ജീവിക്കുന്നവനായി തീരുവാൻ, വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ, വചനം വിഭജിച്ചു കൊടുക്കുവാൻ എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ അങ്ങ് തൊട്ടുണർത്തേണമേ. യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തെ എടുത്ത് മുറിക്കാൻ കഴിയും, എൻ്റെ ജീവിതത്തെ എടുത്ത് പങ്കുവെക്കാൻ കഴിയും. നല്ല ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയുടെ ആശീർവാദത്തിന്, ഉയർത്തപ്പെട്ട കരങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് സാധിക്കുന്നവർക്കൊക്കെ മുട്ടുകുത്തി ദൈവത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ അങ്ങയുടെ വചനത്താൽ എന്നെ നയിക്കണമേ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും